നമ്മുടെ ടീനേജേഴ്സ് മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് അടിമപ്പെട്ടു പോകുന്നത് എന്ന് വളരെ ഫ്രീക്വന്റ് ആണ്, അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ശാരീരികവും അല്ലെങ്കിൽ മാനസികവുമായിട്ടുള്ള മാറ്റങ്ങളിൽ നിന്ന് നമുക്കത് തിരിച്ചറിയാം. അപ്പോൾ അത്രയും നാള് ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്നും പെട്ടെന്ന് വളരെ അക്രമാസക്തരാവുക, അതല്ലെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യത്തിലും ശ്രദ്ധയില്ലാത്തവരായിട്ട് മാറുക, അവരുടെ വ്യക്തി ശുചിത്വത്തിൽ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധ കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് എന്തോ ഒളിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു ഇത് കാണിക്കുക. പിന്നെ അവരുടെ അക്കാദമിക് പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഉഴപ്പമാട്ടിലേക്ക് മാറുക. അതുപോലെ തന്നെ അവരെ പറ്റി നല്ലത് പറഞ്ഞിരുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ അവരെ പറ്റി നെഗറ്റീവ് ഫീഡ്ബാക്ക് തരിക. അതുപോലെ തന്നെ അവരുടെ കൂട്ടുകെട്ടുകൾ മാറുക. പിന്നെ അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്ന്, അവരുടെ വസ്ത്രങ്ങളിൽ നിന്നൊക്കെ ഒരു പുകയിലയുടെ പോലത്തെ മണം വരുന്നത്, അവരുടെ വായില് സ്മെല്ല് വരിക, അതിലെന്നുണ്ടെങ്കിൽ വായിലോ പല്ലിലോ ഒക്കെ കളർ വ്യത്യാസം, മഞ്ഞ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറൊക്കെ പോലെയുള്ള കറ പിടിച്ചിരിക്കുക, പിന്നെ എന്തോ ദുർഗന്ധം മറയ്ക്കാനൊക്കെ ആയിട്ട് എന്ന രീതിയിൽ ചൂയിങ്കം ചവയ്ക്കുക, അതല്ലെങ്കിൽ തുളസി അല്ലെങ്കിൽ പുതിന പോലെയുള്ള സാധനങ്ങൾ സദാസമയം ചവച്ചുകൊണ്ടിരിക്കുക, വെയിറ്റ് കണ്ടമാനം കുറഞ്ഞു പോവുക, അമിതമായിട്ടുള്ള ക്ഷീണം, കുറെ സമയം ഉറങ്ങിയിട്ടും ആ ക്ഷീണം അവരിൽ തന്നെ വീണ്ടും വീണ്ടും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങി കാണപ്പെടുക, അതുപോലെ എന്താണ് അവരുടെ റൂമിൽ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അസ്വാഭാവികമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പുകയുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഒക്കെ കണ്ടെത്താൻ കഴിയുക. പിന്നെ അവരുടെ പെരുമാറ്റത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരിക. ഇതൊക്കെയാണ് ഈ ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുമ്പോൾ അവരിൽ വരുന്ന പ്രകടമായ മാറ്റങ്ങൾ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് മദ്യത്തിന് അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിലേക്ക് ഒന്നും അടിമപ്പെടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കാര്യമായിട്ടുള്ള ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. അവർ വളർന്നു വരുന്ന ഓരോ പ്രായത്തിലും ആ പ്രായത്തിൽ അവർക്ക് സംഭവിച്ചേക്കാവുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളെ പറ്റി അവർക്ക് ശരിയായ ഒരു അവയർനെസ് കൊടുക്കുക. അവർക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് മോശമായ രീതിയിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധോപദേശം തേടേണ്ടത് അനിവാര്യമാണ്.